തദ്ദേശ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടി. 13-ൽ നിന്നും 17ലേക്ക് UDF സീറ്റ് വിഹിതം ഉയർത്തി. LDF 11 സീറ്റുകളിൽ വിജയിച്ചു. LDF 15, UDF 13, BJP 3 എന്നിങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സ്ഥിതി. പാലക്കാട് തച്ചൻപാറ അടക്കം 3 പഞ്ചായത്തുകളിൽ ഇടതിന് നഷ്ടമായി. തച്ചൻപാറയ്ക്ക് പുറമെ തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയം നേടി. വെള്ളറട പഞ്ചായത്തിലെ കരിമാൻകോട് വാർഡ് BJP നിലനിർത്തി. BJPയിലെ അഖില മനോജ് 130 വോട്ടുകൾക്കാണ് വിജയിച്ചത്. തൃശൂർ നാട്ടികയിൽ UDFന് അട്ടിമറി വിജയം. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 260 വോട്ടിന് LDF വിജയിച്ച വാർഡിലാണ് UDFന്റെ അട്ടിമറി വിജയം. ഇതോടെ LDFന് ഭരണം നഷ്ടമായി. ചൊവ്വന്നൂർ പഞ്ചായത്ത് 3-ാം വാർഡ് UDF നിലനിർത്തി. സെബി 25 വോട്ടിന് വിജയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ 41-ാം വാർഡിൽ NDA സീറ്റ് നിലനിർത്തി. NDA സ്ഥാനാർത്ഥി ഗീതാറാണി വിജയിച്ചു. പാലക്കാട് ജില്ലയിലെ 3 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്നും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തതുൾപ്പെടെ UDFന് നേട്ടം. തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടപ്പെടും. 15-അംഗ ഭരണസമിതിയിൽ CPI-യുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിലെ ആലി തേക്കത്ത് 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു. ഇതോടെ UDF അംഗബലം 8-ആയി. ചാലിശ്ശേരി പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 7 വീതം അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. 9-ാം വാർഡിൽ K. സുജിത 104 വോട്ടുകൾക്ക് വിജയിച്ചതോടെ ടോസിലൂടെ UDFന് ലഭിച്ച പഞ്ചായത്ത് ഭരണം സുരക്ഷിതമായി തുടരാനാവും. കൊടുവായൂർ പഞ്ചായത്തിലെ 13-ാം വാർഡായ കോളക്കോട് CPM നിലനിർത്തി. CPM-ലെ A. മുരളീധരൻ 108 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 18-അംഗ ഭരണസമിതിയിൽ 12 പേരുടെ പിന്തുണയോടെ LDFന് ഭരണം തുടരാനാവും. കൊല്ലം ഏരൂർ പഞ്ചായത്ത് 17 വാർഡ് LDF സ്ഥാനാർത്ഥി മഞ്ജു 87 വോട്ടിന് വിജയിച്ചു. പടിഞ്ഞാറെ കല്ലട 5-ാം വാർഡ് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി സിന്ധു കോയിപ്പുറത്ത് 92 വോട്ടുകൾക്ക് വിജയിച്ചു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. UDFിലെ അഡ്വക്കേറ്റ് ഉഷ തോമസ് 43 വോട്ടുകൾക്ക് വിജയിച്ചു. തേവലക്കര 22-ാം വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. CPM-ലെ അജിത സാജൻ വിജയിച്ചു. തേവലക്കര 22-ാം വാർഡ് LDFൽ നിന്നും UDF പിടിച്ചെടുത്തു. UDFിലെ ബിസ്മി അനസ് വിജയിച്ചു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് തെക്കേമുറി വാർഡ് BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. LDFന് സ്ഥാനാർത്ഥി N. തുളസി 164 വോട്ടുകൾക്ക് വിജയിച്ചു. പത്തനംതിട്ട എഴുമാറ്റൂർ 5-ാം വാർഡിൽ കോൺഗ്രസിൽ നിന്നും BJP പിടിച്ചെടുത്തു. BJP സ്ഥാനാർത്ഥി റാണി ടീച്ചർ 48 വോട്ടുകൾക്ക് വിജയിച്ചു. നിരണം 7-ാം വാർഡ് UDF LDFൽ നിന്നും പിടിച്ചെടുത്തു. 211 വോട്ടിന് റെജി കണിയ കണ്ടത്തിൽ വിജയിച്ചു. 28 വർഷമായി LDFന്റെ സീറ്റായിരുന്നു ഇത്. കോന്നി അരുവാമ്പുലം പഞ്ചായത്ത് 12-ാം വാർഡ് LDF നിലനിർത്തി. LDF സ്ഥാനാർത്ഥി മിനി രാജീവ് വിജയിച്ചു. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളങ്കൊള്ളൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ജോളി ഡാനിയൽ വിജയിച്ചു. 1309 ലീഡ് സീറ്റ് നിലനിർത്തി. പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വല്ലവന ഡിവിഷനിൽ UDF വിജയിച്ചു. 245 വോട്ടുകൾക്ക് ശരത് മോഹൻ സീറ്റ് നിലനിർത്തി. കണ്ണൂർ കണിച്ചാൽ പഞ്ചായത്ത് 6-ാം വാർഡും പഞ്ചായത്ത് ഭരണവും LDF നിലനിർത്തി. CPM-ലെ രതീഷ് പെരുന്നാൻ 199 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പഞ്ചായത്തിൽ LDFന് 7-ഉം UDFന് 6-ഉം സീറ്റുകളാണുള്ളത്. മാടായി പഞ്ചായത്ത് 6-ാം വാർഡ് LDF നിലനിർത്തി. മാണി പവിത്രൻ 234 വോട്ടിന് വിജയിച്ചു. ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്ത് പന്നൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു. UDFിലെ AN ദിലീപ് കുമാറാണ് വിജയിച്ചത്. പഞ്ചായത്ത് ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി വാർഡിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നി 745 വോട്ടുകൾക്ക് ജയിച്ചു. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ദീപക് എരുവ വിജയിച്ചു. LDFന് സീറ്റ് നഷ്ടമായി. CPM വിട്ട് BJPയിൽ ചേർന്ന ബിബിൻ സി ബാബുവിന്റെ പഞ്ചായത്താണിത്. മഞ്ചേരി നഗരസഭ കരിവമ്പ്രം വാർഡ് CPM-ൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. കോൺഗ്രസിലെ ഫൈസൽ മോൻ 43 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കോട്ടയം അതിരമ്പുഴ പഞ്ചായത്ത് 3-ാം വാർഡ് UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. കേരള കോൺഗ്രസ് M-ലെ മാത്യു 247 വോട്ടിന് ജയിച്ചു. പഞ്ചായത്ത് ഭരണത്തിൽ മാറ്റമില്ല. ഈരാറ്റുപേട്ട നഗരസഭ 16-ാം വാർഡ് UDF നിലനിർത്തി. മുസ്ലിം ലീഗിനെ റുബീന നാസർ 101 വോട്ടിന് വിജയിച്ചു. കോഴിക്കോട്ടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡായ ആനയംകുന്ന് വെസ്റ്റ് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. 234 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയായ കൃഷ്ണദാസൻ കുന്നുമ്മൽ വിജയിച്ചത്. മലപ്പുറം ആലങ്കോട് പഞ്ചായത്തിൽ വാർഡ് 18 പെരുമുക്ക് UDFൽ നിന്നും LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാനാണ് വിജയിച്ചത്. തിരുവനന്തപുരം വെള്ളറാട പഞ്ചായത്തിലെ കരിമാൻകോട് വാർഡ് BJP നിലനിർത്തി.
അഖില മനോജാണ് വിജയിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.